ലൈവിൽ ഇപ്പൊ നല്ല മുട്ടൻ കോമഡി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അൺഇൻറ്റൻഷനലി അവര് പോലും അറിയാതെ കോമഡി ആയിരിക്കുന്ന സംഭവങ്ങളാണ് എനിക്ക് ശരി വന്ന് കണ്ടപ്പോൾ. അനീഷുമായിട്ട് ഉടക്കി അനുമോള് പോയി ഇരുന്നത് ഷാനവാസിന്റെ ആദിലയുടെയും പിന്നെ ജിസേലിന്റെ ഒക്കെ അടുത്താണ്. അവര് സിറ്റ് ഔട്ടിൽ ഇരിക്കുവായിരുന്നു. എന്നിട്ട് അനുമോള് പോയി ഷാനവാസിന്റെ അടുത്ത് ഒരു പരാതി പോലെ അങ്ങ് പറയുന്നുണ്ട്. ഉടനെ ജിസേൽ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അനുമോൾ ഇത് തീരെ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ജിസേൽ പറഞ്ഞതാണ്, ഞങ്ങളൊക്കെ ഒരുമിച്ച് ഉണ്ടായിരുന്ന ഒരു കിച്ചൺ ടീമില് ചോറ് അടുക്കി പിടിച്ചായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി നല്ലപോലെ അരി വേവിക്കാനായിട്ട് അനീഷ് പഠിച്ചെടുത്തതാണ്. അത് അവനൊരു പ്രൗഡ് മൊമെന്റ് ആണെന്ന് ജിസേൽ അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് അരി വേവിക്കുന്ന ആ ഒരു സംഭവത്തിന്റെ പേര് പറഞ്ഞ് ഇവര് ചെറിയൊരു കശപിശയായിട്ട് അനുമോൾ അവിടെ പോയി ഇരുന്നതാണ്. ഇത് കേട്ടതോടെ അനുമോൾ ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തുവാണ്. ഞാൻ ഇനി കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നില്ല, അനീഷും അക്ബറും ഒനിയിലും കൂടി എന്തേലും ആയിക്കോട്ടെ എന്ന് ജിസേൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അനുമോൾ ഈ രീതിയിൽ ഒരു തീരുമാനം എടുത്തത്. ഇതിലിപ്പോ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുമായിരുന്നു. ഇതൊന്നും അല്ല ഏറ്റവും വലിയ രസം കേട്ടോ. ജിസേലിന് ഇതിൻ്റെ അകത്തെ ഉദ്ദേശം അനീഷിനൊപ്പം പോയി നിന്ന് കുക്ക് ചെയ്യണമെന്നുള്ളതാണ്. അനീഷുമായിട്ട് കോംബോ പിടിക്കാനുള്ള ആകുന്ന ശ്രമം മുഴുവൻ ജിസേൽ നടത്തുന്നുണ്ട്. അനീഷിന്റെ അടുത്ത് ജിസേൽ പോയത് നെവിൻ. ജിസേൽ എന്തിനാ ഇവിടെ നിൽക്കുന്ന, ജിസേല് കിച്ചൺ ടീം അല്ലല്ലോ എന്ന് എനിക്കൊന്ന് അനീഷും പറഞ്ഞെന്ന് തോന്നുന്നു. അനീഷും എന്തോ തമാശയ്ക്ക് പറയുന്നുണ്ട്, ഇനിയിപ്പോ ലഞ്ചൊന്നും വേണ്ടല്ലോ, വയറ് നിറഞ്ഞല്ലോ എന്ന് ആരോ പറയുന്നതായിട്ട് കേട്ടിരുന്നു. പിന്നെ നെവിൻ പറയുന്നുണ്ട്, അനീഷ് നിന്റെ പട്ടമല്ല ജിസേൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ലൈവിലെ ഹാപ്പനിങ്സ്. വലിയ ഹാപ്പനിങ്സ് ഒന്നും അല്ല. ഇപ്പൊ കുറച്ച് സമയത്തിനുള്ളിൽ അക്ബറിന്റെ ഉമ്മയും ഫിയാൻസയും വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.